Watch India's largest kids library only on Jio Hotstar. Download the app now. അതെ ചേട്ടാ, ആരാണ് ഈ വാതിലേൽ ആരാ ഇങ്ങനെ എറിഞ്ഞു കളിക്കുന്നത്? അല്ല, ഈ പാവ എവിടെന്നാ വന്നത്? നല്ല രസമുണ്ട് കാണാൻ. ഇതിനകത്തേക്ക് കൊണ്ടുവാ. എന്റെ പത്തിലു വേഗം ഒന്ന് ഭക്ഷണം ഉണ്ടാക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. മോട്ടു, കുറച്ചു സമയം കാത്തിരിക്ക. ഞാൻ ആദ്യം ഈ ജോലിയൊക്കെ ഒന്ന് തീർത്തിട്ട് പിന്നീട് ഭക്ഷണം ഉണ്ടാക്കാം. അല്ല, നമ്മുടെ അടുക്കളയിൽ നിന്ന് എന്താ ശബ്ദം വരുന്നത്? അല്ല, ഈ ഭക്ഷണം ആരാ ഉണ്ടാക്കിയത്? എന്തായാലും നമ്മളുടെ ആരെങ്കിലും കൂട്ടുകാരായിരിക്കും നമ്മൾക്ക് ഇങ്ങനെ സർപ്രൈസ് തരാൻ ഇങ്ങനെ ചെയ്തത്. ആരാ, നിങ്ങൾ പുറത്തേക്ക് വരൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഭക്ഷണം മുഴുവൻ എടുത്ത് കഴിക്കും. ഹലോ ചേട്ടാ, ആരാ ഈ ഭക്ഷണം ഉണ്ടാക്കിയത്? മുമ്പിലേക്ക് വരൂ, എങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കൂ. ഇനിയിപ്പോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പത്തിലു, നമുക്ക് ആദ്യം ഭക്ഷണമൊക്കെ അങ്ങ് എടുത്ത് കഴിക്കാം. വരൂ മോട്ടു, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈ കഴുകാം. ഞാൻ പോയി കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാം. ഭക്ഷണം കാണുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നാ തോന്നുന്നേ, കാരണം നല്ല മണം വരുന്നുണ്ട്. അല്ല, എന്റെ ഭക്ഷണമൊക്കെ ഇത് ആരാ എടുത്ത് കഴിച്ചത്? എനിക്ക് തോന്നുന്നത് നമ്മളെ ആരോ കളിപ്പിക്കുകയെന്നാ. അല്ല പത്തിലു, ഈ ഡോള് നമ്മള് ജനവാദലിന്റെ അടുത്തല്ലേ വെച്ചത്, അതെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? അറിയില്ല മോട്ടു, ദേ കണ്ടില്ലേ, അവളുടെ മുഖത്ത് ഭക്ഷണത്തിന്റെ അംശങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഭക്ഷണം പാവയാണോ കഴിച്ചത്? അല്ല പത്തിലു, ഈ ഡോളാണോ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുന്നത്? ദേ കണ്ടില്ലേ, ഇപ്പൊ ആ ഭക്ഷണത്തിന്റെ അംശങ്ങൾ കാണുന്നില്ല. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ? വല്ല മാജിക് ആണോ ഇത്? എന്തെങ്കിലും ആവട്ടെ. വാ മോട്ടു, നമുക്ക് ഗാർഡനിലെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടായിക്കോളാം. നീ വസ്ത്രം അലക്കിയാ മതി. ഓഹോ, എനിക്ക് തോന്നുന്നു പത്തിലു തുണി അലക്കാൻ തുടങ്ങിയെന്നാ. പത്തിലു, എന്റെ തുണിയും കൂടെ ഒന്ന് അലക്കണേ പ്ലീസ്. എന്റെ മോട്ടു, വസ്ത്രം ഞാനല്ല, നീയാണ് അലക്കേണ്ടത്. എന്റെ വസ്ത്രങ്ങൾ അവിടെയുണ്ട്, അതെടുത്ത് അലക്കിയേക്ക് പ്ലീസ്. ഇല്ല, അപ്പൊ പാവയാണോ അകത്ത് വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുന്നത്? വാ നോക്കാം. മോട്ടു, എനിക്ക് തോന്നുന്നത് ഇതൊരു സാധാരണ പാവയല്ല എന്നാ. ഇതെന്തോ ഒരു പ്രത്യേകതരം പാവയാ. വരൂ, നമുക്കിതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം.
സംസാരിക്കുന്ന ഡോളാണ്. വേണ്ട വേണ്ട പൊന്നു ഡോള്, ഇവിടെ ഇരുന്നോളൂ, കരയണ്ടോ. അതെ പത്ലു, എന്തോ കരിഞ്ഞ മണം വരുന്നല്ലോ. എന്താന്നറിയില്ലല്ലോ, കരിഞ്ഞ മണം വരുന്നു. അങ്ങോട്ട് നോക്കുമോട്ടു, പാവയുടെ കണ്ണീര് വീണിട്ട് നിന്റെ തുണി അതാ കരിയുന്നു. യോ എന്റെ ഷർട്ട്. ഇത് അപകടം പിടിച്ച ഡോളാണ് പത്ലു. ഇതിനെവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം പത്ലു. എന്റെ അമ്മോ, എന്റെ പിറന്നാളോ, ഞാൻ പോലും ഇത് അറിഞ്ഞില്ല. താങ്ക് യു. അതുകൊണ്ടാണ് അമ്മ ഇഡ്ഡലിയും വടയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാക്കി അയച്ചു തന്നിരിക്കുന്നത്. കഴിക്കൂ മോട്ടു പത്ലു, നിങ്ങൾ കഴിക്കൂന്നേ. പ്ലീസ് കഴിക്കൂ. എന്റെ അമ്മോ, മോട്ടു പത്ലു, നിങ്ങൾ എന്തിനാ ഓടിക്കളഞ്ഞത്? അതും ഞാൻ തന്ന ഇഡ്ഡലി കഴിക്കാതെ പോയല്ലോ. എന്തേ? ഓഹോ, ഇത് വളരെ അത്ഭുതം തന്നെയാണ്. ഓ, ഇതെന്താ, ഇനി വല്ല ഏലിയൻ ഡോളും ആണോ? അബി ഏലിയൻ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. Thank you very much, Doll Bobby. You are very great. കൊള്ളാം, വാ നമുക്ക് രക്ഷപ്പെടാം. Come on. ഈ ഡോളിന് ഒരുപാട് അത്ഭുത ശക്തികളുണ്ട്. ഈ ഏലിയനെ വെച്ച് എല്ലാ ബാങ്കുകളും ഞാൻ കൊള്ളയടിക്കാൻ പോവാ. നീ വളരെ നല്ലവനാ. എന്നെ ക്ലീൻ ചെയ്തു, മുടി കെട്ടി തന്നു. മറ്റെല്ലാവരും എന്നെ പുറത്ത് കളയാൻ വേണ്ടിയാ നോക്കിയത്. ശരി പറയൂ, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? വലുതായിട്ടൊന്നും ചെയ്യേണ്ട മൈ ഡിയർ ബേബി ഡോൾ. ഈ ഫുർഫുറി നഗരത്തിലെ എല്ലാ ബാങ്കും കൊള്ളയടിച്ച് ആ കാശ് എനിക്ക് തന്നാ മാത്രം മതി. ഓ, Yeah, okay. Why fear when Chingam is here? Yes, Furfure Nagar Bank. അതെ, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. ഹലോ, ഫുർഫുറെ ഇന്റർനാഷണൽ ബാങ്ക്, നിങ്ങളുടെ അടുത്തും പണം പോയോ? ഡോണ്ട് വറി, നിയമമാണ് സത്യം. ഞാൻ ഒരുത്തനും വെറുതെ വിടില്ല. ഇത്രയും ബാങ്ക് അത് മോഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ ആരെ എവിടെ എങ്ങനെ പിടിച്ചു പൊക്കും? എവിടെ? അതെ മോട്ടു പത്ലു. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ സംശയം ശരിയായിരുന്നു. ഇത് ഏലിയൻ ഡോളാ. അതെ, UFOയിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് വന്നതാ. ഞാനിപ്പോ അതിനെ സിഗ്നൽ അയക്കാൻ പോവുകയാണ്. എന്താ കണ്ടോളൂ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വെൽക്കം. UFO വന്നോണ്ടിരിക്കുക ആ ഡോളിനെ കൊണ്ടുപോകാനായിട്ട്. വാ, നമുക്ക് ജോണിന്റെ അടുത്ത് ആ ഡോളിനെ അടിച്ചു മാറ്റാം. ജോണെ, നീ ഇപ്പൊ തന്നെ ഒരുപാട് ബാങ്ക് കൊള്ളയടിച്ചു കഴിഞ്ഞു. ആ ഡോളിനെ മര്യാദയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ തന്നേക്ക്. മൈ ഡിയർ ബേബി ഡോൾ, എല്ലാവർക്കും നന്നായി കൊടുത്തു. ഒരു ദാക്ഷിണ്യവും വേണ്ട. എന്റെ മുന്നിൽ വന്ന് ഇനി മേലാകുമാർ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. തൊട്ടു പോരുത്, ഐ എം ഓൺ ഡ്യൂട്ടി. വേണ്ട, എന്റെ അമ്മോ. നിങ്ങൾ കൊണ്ടുപോ, ആ ഡോളിനെ ഒന്ന് കൊണ്ടുപോ, ഒന്ന് കാണിക്കാന്. അതെ ഡോളെ, എന്റെ അടുത്തേക്ക് വരില്ലേ. നിക്കവിടെ. ഞങ്ങളെ എന്തിനങ്ങനെ ഓടിച്ചിട്ട് തല്ലുന്നേ? ഞങ്ങൾ നിന്റെ വീട്ടിലുള്ളവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരിപ്പൊ ഇങ്ങ് വന്നേക്കും നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്.
എന്നാൽ ഞാൻ പോകുമ്പോൾ ജോണിനെയും എന്റെ കൂടെ കൂട്ടുന്നു. കാരണം ജോൺ നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങളുടെ സ്ഥലത്തും നല്ലൊരു മനുഷ്യന്റെ ആവശ്യമുണ്ട്. അല്ല എന്നെ പറ്റി എങ്ങനെ നല്ലവനാണെന്ന് മാത്രം പറയരുത്. അവൻ നല്ല മനുഷ്യനൊക്കെ തന്നെയാ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ശകല അഴുക്ക് ഒട്ടിക്കിടക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഒരു മിനിറ്റ്, ഞാൻ അവന് നല്ലപോലെ അലക്കിയിട്ട് നല്ലോണം വൃത്തിയാക്കി തന്നേക്കാം. കൂട്ടരെ, ജോണിനെ എന്റെ കൂടെ വേഗം അയക്കണേ. താങ്ക് യു മോട്ടു പത്ലു. ഞാൻ ഈ നല്ല മനുഷ്യനെ എന്റെ കൂടെ കൊണ്ടുപോവാൻ പോവാ. ചിങ്കം സാറേ, ഒന്ന് രക്ഷിക്കോ. Watch India's largest kids library only on Geo Hotstar. Download the app now.